എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് ആർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു പ്രോട്ടീൻ ലഡുവാണ്. ഈ ഒരു ലഡു ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് തന്നെ ഇഷ്ടപ്പെടും. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ വീട്ടില് നിത്യമുള്ള ചേരുവകൾ മാത്രം മതിയാകും ഈ ഒരു ഹെൽത്തി ലഡു തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പൊ നോക്കാം എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ലഡു തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. ഇനി നമുക്ക് പ്രോട്ടീൻ ലഡു തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 2 കപ്പ് അളവില് പിങ്ക് അവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ കൈവശം വെള്ള അവിലാണ് ഉള്ളതെങ്കിൽ അതെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ അവില് ചെറിയ തീയിൽ വെച്ച് ഒന്ന് വറുത്തെടുക്കാം. അവിലൊന്ന് തൊട്ട് നോക്കുമ്പോൾ ഒടിഞ്ഞു വരുന്ന പാകത്തിലേക്ക് ആയി കിട്ടണം, അതുവരെയാണ് വറുത്തെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ അവില് ഒന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. കൈകൊണ്ട് ഇതുപോലെ വാരി നോക്കുമ്പോൾ ഒടിഞ്ഞു വരുന്ന പാകത്തിലേക്ക് ആയി കിട്ടണം. അങ്ങനെ അവില് നന്നായിട്ട് തന്നെ ഒന്ന് മുരിവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അവില് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം. അവില് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ പാനിലേക്ക് മറ്റുള്ള ചേരുവകൾ കൂടെ ഒന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് വറുത്തെടുക്കേണ്ടത് 1/2 കപ്പ് അളവില് കപ്പലണ്ടിയാണ്. കപ്പലണ്ടിയും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കപ്പലണ്ടി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അല്പം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. നിങ്ങൾക്ക് കപ്പലണ്ടിക്ക് പകരമായിട്ട് കാഷ്യൂസ് എടുക്കാം, അല്ലെങ്കിൽ ബദാം പരിപ്പ് എടുക്കാം. നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ കൈവശമുള്ള നട്ട്സ് അതിലെടുക്കാവുന്നതാണ്. കപ്പലണ്ടിയും ഒന്ന് ചുവക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് കപ്പലണ്ടിയും പാനിൽ നിന്നെടുത്ത് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ 1/4 കപ്പ് അളവില് പൊട്ടുകടല കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഇതൊന്നും വറുത്തെടുക്കാം. ഒരുപാട് നേരമൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മാത്രം മതിയാകും. അങ്ങനെ നമ്മുടെ പൊട്ടുകടലയും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ പരിപ്പും വറുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് അരമുറി നാളികേരം തിരുമിയത് കൂടെ ചേർക്കാം. നാളികേരത്തിലെ ആ ഒരു വെള്ളമയൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതിയാകും. ഒരുപാട് നേരമൊന്നും നാളികേരം വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. നാളികേരം വറുത്തെടുക്കുന്നത് ഇതിലെ ആ ഒരു വെള്ളമയൊക്കെ വറ്റി വന്നില്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന പലഹാരം പെട്ടെന്ന് തന്നെ കേടായി പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇന്ന് തയ്യാറാക്കി വെക്കുന്ന പലഹാരം ഒരു ആഴ്ചക്കാലത്തേക്ക് നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നാളികേരം വറുത്തെടുക്കുന്നത്. നാളികേരത്തിലെ ആ ഒരു വെള്ളമയൊക്കെ ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ വറുത്തെടുത്തിട്ടുള്ള ചേരുവകളുടെ ചൂട് ആറി വരുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചു കൂടി എടുക്കുക കേട്ടോ. അവില് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അല്പം തരിതരിപ്പായിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നാളികേരത്തിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ചേരുവകളുടെ ചൂടാറി വരുമ്പോഴേക്കും മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചുകൂടി വെക്കണം. ഇപ്പോൾ നമ്മുടെ വറുത്ത് വച്ചിരിക്കുന്ന ചേരുവകളുടെ ചൂടക്കൊന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അവലിതുപോലെ ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് കപ്പലണ്ടിയും പരിപ്പും നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. കപ്പലണ്ടിയും പരിപ്പും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റാം. ഇനി നമുക്കിതിലേക്ക് നാളികേരം പൊടിച്ചെടുക്കണം. നാളികേരവും ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നാളികേരവും പ്ലേറ്റിലേക്ക് തന്നെ മാറ്റാം. അങ്ങനെ നമ്മുടെ വറുത്തെടുത്ത ചേരുവകളെല്ലാം തന്നെയും ഇതുപോലെ ഒന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടയാക്കി മാറ്റാം. വീണ്ടും അതേ പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി പാനിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 200 ഗ്രാം അളവില് ശർക്കര പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പാനിലേക്ക് ചേർക്കാം. നിങ്ങളുടെ കൈവശം ശർക്കര പൊടി ഇല്ലെങ്കിൽ 200 ഗ്രാം ശർക്കര ഇതുപോലെ അലിയിച്ച് ചേർത്താൽ മതിയാകും. കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം. 2 ടീസ്പൂൺ അളവില് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ശർക്കര പാനിയും നെയ്യും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്ന് വെട്ടി തിളച്ച് വരുന്ന ഒരു പാകത്തിലേക്ക് ആക്കിയെടുക്കണം. ഇപ്പോൾ നല്ലപോലെ വെട്ടി തിളച്ച് വരുന്ന ഒരു പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു രീതിയിലേക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ചേരുവകൾ ചേർക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. എല്ലാ ഭാഗവും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ ഈ ഒരു പാനിൽ തന്നെ വെച്ചിരിക്കുവാണെങ്കിൽ ഡ്രൈ ആയി പോകാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെറിയ ചൂടിൽ നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ചൂടാറി വരാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുക്കുമ്പോഴാണ് നമുക്കിത് ഷേപ്പായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാനും സാധിക്കുന്നത്. അങ്ങനെ നമ്മുടെ
ആദ്യ ഹെൽത്തി ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തത് നമുക്കിതുപോലെ തന്നെ ഷേപ്പാക്കി എടുക്കാം. ഇവിടെ രണ്ടാമത്തെ ബോളും ഇവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അങ്ങനെ വളരെ ഹെൽത്തി ടേസ്റ്റിയുമായിട്ടുള്ള പ്രോട്ടീൻ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കർക്കിടക മാസത്തില് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ കഴിക്കാം ഇഷ്ടമായ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ലഡു എല്ലാവരും തയ്യാറാക്കി നോക്കണേ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിൽ തയ്യാറാക്കി നോക്കുക. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. ദൂരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.